പ്രാർത്ഥനകൾ വിഫലമായി. ചിക്കമംഗളൂരുവിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം. 4 ദിവസം മുൻപായിരുന്നു പെൺകുട്ടിയെ കാണാതായത്. കടമ്പഴിപ്പുറം സ്വദേശിയായ 14-കാരിയുടെ മൃതദേഹം ബാബ ബുധൻകിരിക്ക് താഴെ ഹർഷന ഗുപ്പയിലെ 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. മൃതദേഹം ശ്രീനന്ദയുടേതാണെന്ന് തിരച്ചിലിൽ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന പാലക്കാട് SI സുനിൽ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന 40-അംഗ സംഘത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു ശ്രീനന്ദ. ബാബ ബുധൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യൂ പോയിന്റിൽ വെച്ചാണ് കുട്ടിയെ കാണാതാകുന്നത്. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നുള്ള തിരോധാനം എല്ലാവരെയും ഞെട്ടിച്ചു. തുടർന്ന് പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാ സേനയും ഉൾപ്പെടുന്ന 200-അംഗ പ്രത്യേക സംഘം തിരച്ചിൽ ആരംഭിച്ചു. തെർമൽ ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് കൊക്കകളിലും കാടിനുള്ളിലും വ്യാപകമായ പരിശോധന നടത്തി. കുട്ടി വെള്ളച്ചാട്ടത്തിൽ വീഴാൻ സാധ്യതയില്ലെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയതിനാൽ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയിരുന്നത്. കേരള പോലീസും കർണാടക പോലീസിനൊപ്പം തിരച്ചിലിനായി സ്ഥലത്തെത്തിയിരുന്നു. കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതികളുടെ മകളായ ശ്രീനന്ദ SLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സംഘത്തിലെ 15 പേർ തിരച്ചിലിന് സഹായമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തങ്ങിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. CCN കടമ്പഴിപ്പുറം.